ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ബേബി ഷവർ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് രശ്മിയാണ് ഫ്രം UP. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ മകൻ്റെ ആരുൻ്റെയാണ് നമ്മൾ കുഞ്ഞൊരു ബർത്ത്ഡേയുടെ ഷോർട്സ് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത ദിവസം തന്നെ രശ്മിയുടെ ബേബി ഷവർ നടത്താമെന്ന് നമ്മൾ വിചാരിച്ചു. കാരണം എന്തെന്നറിയാമോ, ഇപ്പോൾ അവൾക്ക് 6 മാസം കഴിഞ്ഞു. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് അവളുടെ ഒരു ആഗ്രഹമാണ് സൗത്ത് ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞത് ബേബി ഷവർ പാർട്ടിയിലേക്ക് എത്തി ചെറിയ തോതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. എന്താണെന്നറിയോ അങ്ങനെ പറയാൻ കാരണം, ഈ ക്വാർട്ടറിലൊക്കെ താമസിക്കുമ്പോൾ വളരെ ചെറിയ പരിമിതികളായിരിക്കും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ക്വാർട്ടറിലുള്ള ബാക്കി എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ പലരും പല വഴിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും എപ്പോഴും ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 10 ഫാമിലിയും കൂടെ വിചാരിച്ചിട്ട് ചെറുതായിട്ട് ഒരു ദിവസം നടത്തിയ പരിപാടിയാണ്. ആദ്യത്തേത് ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് പെൺകുട്ടി ആവണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തു എല്ലാവരും പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരണേ ദീദിന്ന്. ഞങ്ങളുടെ ഈ ക്വാർട്ടറിലുള്ള എല്ലാവർക്കും, അതായത് ഈ 10 പേർക്കും അറിയാം പെൺകുട്ടി ഉണ്ടാവണം എന്ന് അവൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. കാരണം ഈ ക്വാർട്ടറിലുള്ള എല്ലാവർക്കും ആൺകുട്ടികളാണ്. പിന്നെ കുറേ പേരൊക്കെ ഇവിടുന്ന് പോയതായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും സെൻഡ് ഓഫ് കൊടുത്തൊക്കെ വിടുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അവരുടെയൊക്കെ ക്വാർട്ടറിൽ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നതും എല്ലാ ആൺകുട്ടികളും തന്നെയാണ്. ഒരൊറ്റ പെൺകുട്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ 10 ഫാമിലിക്കും കൂടെ ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഒരു ആൺകുട്ടിയുള്ള അമ്മയ്ക്ക് എന്തായാലും പെൺകുട്ടി വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ആ ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു വിങ്ങൽ നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ശമ്പൂട്ടനാണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി നിന്നിട്ട് അവളുടെ ഒരു ആഗ്രഹം അങ്ങ് സാധിക്കാമെന്ന് കരുതി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പിങ്ക് കൂടുതൽ വരുന്ന രീതിയിൽ എല്ലാം ചെയ്തു കൊടുത്തു കേട്ടോ. പക്ഷേ ശമ്പൂട്ടൻ വയറ്റിലുണ്ടായിരുന്നപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് വരില്ലേ, ഇത് ആൺകുട്ടിയാണെന്ന്. പെൺകുട്ടിയാണെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. ആഗ്രഹം പെൺകുട്ടിയെന്നും, പക്ഷേ മനസ്സിലൊരു ഉറപ്പുണ്ടാവില്ല, ഇല്ല ഇത് ആൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് രശ്മിയുടെ കാര്യത്തിലും തോന്നുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അവൾക്ക് പെൺകുട്ടി ഉണ്ടാവണമെന്ന്. പക്ഷേ നമുക്ക് തോന്നും ആൺകുട്ടിയാണ് എന്നിങ്ങനെ മനസ്സിലൊരു ഇൻസ്റ്റൻറ്റ് വരുന്നു. അപ്പോൾ എന്തായിരുന്നാലും രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയും മുഖത്തൊരു സങ്കടം കാണുന്നില്ലേ, അതെന്താണെന്നറിയുമോ? നാളെ, അതായത് ഈ പരിപാടി നടന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇവർ പോവുകയാണ്. ഡെലിവറിക്ക് പോകുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞത്, നാട്ടിലേക്ക്. ഇവർ നമ്മുടെ ഈ ആൻഡമാനിലെ ഡ്യൂട്ടിയും പോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഗുജറാത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പം ഇനി കുഞ്ഞാവനെ കാണണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഗുജറാത്തിൽ പോകണം, അല്ലെങ്കിൽ UP ഇവരുടെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് കുഞ്ഞാവനെ ഇനി ഫോട്ടോയിലൂടെ ഒക്കെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര സന്തോഷിച്ചിരുന്നാലും ആൾ ഒരു കരച്ചിലിൻ്റെ വക്കിലായിരുന്നു കേട്ടോ. കാരണം നമ്മളിവിടെ വന്നൊരു 2 വർഷമായി. ആ 2 വർഷവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. അതിനിടയിൽ പലരും വരുകയും പോകുകയും ഒക്കെ ചെയ്തു. എന്നാലും എനിക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നാലും ഇവരൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കും നല്ല സങ്കടമുണ്ട്, അവർക്കും നല്ല സങ്കടമുണ്ട്. ഇതാണ് നമ്മുടെ ക്വാർട്ടറിലെ എല്ലാ ആൺപടകളും. കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടി സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയ തോതിലൊന്ന് ആഘോഷിച്ചു. അതിനുശേഷം ചെറുതായിട്ട് അവർ സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് അവൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു പോകാൻ തിരക്കിനിടയ്ക്ക് നീ ഇതാക്കണ്ട, ഞാൻ ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ദീദി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് കേക്കല്ലേ ഞാൻ ആക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞാവനെ മാത്രം ഞാൻ ആക്കി കൊടുത്തു, ബാക്കിയെല്ലാം അവളാക്കിയതാണേ. അപ്പോൾ അതിന് ശേഷം ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. പാട്ടിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആണ്. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞു.